പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ മാത്സ് തേർഡ് ലെസൺ സാധ്യതകളുടെ ഗണിതം അഥവാ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന പാഠത്തിൽ നിന്ന് SSLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. ഈ പാഠത്തിൽ നിന്നുള്ള ടെക്സ്റ്റിലെ ചോദ്യങ്ങളിലെ 8 ഭാഗങ്ങളെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിലെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആവശ്യമുള്ളവർക്ക് നോക്കാം. അതുകൂടാതെ ആദ്യ 2 പാഠങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ ആദ്യ ഭാഗങ്ങളുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ആവശ്യമുള്ളവർക്ക് നോക്കാം. 2019 SSLC മോഡൽ എക്സാമിന് SSLC പരീക്ഷയ്ക്ക് 4 മാർക്കിന് ചോദിച്ച 2 ചോദ്യങ്ങളാണ് ഞാനിവിടെ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് അത് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നോക്കി കാണുക. നമ്മൾ അതിനെ നിൽക്കും അത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്കുള്ള എന്ന് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പോഴേ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാൽ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ആദ്യ ചോദ്യം വായിക്കാം. ഇത് SSLC മോഡൽ എക്സാം 2019 ചോദിച്ച ചോദ്യമാണ്. ഒരു ബാഗിൽ ചുവപ്പും പച്ചയും നിറത്തിലുള്ള കുറച്ച് പന്തുകളുണ്ട്. അതിൽ നിന്നും നോക്കാതെ ഒരെണ്ണം എടുത്താൽ അത് ചുവന്ന പന്താകാനുള്ള സാധ്യത 4-1. അതിലെ ആദ്യത്തെ ഉപചോദ്യം A. സഞ്ചിയിൽ 8 ചുവന്ന പന്തുകൾ ഉണ്ടെങ്കിൽ ആകെ പന്തുകളുടെ എണ്ണം എത്ര? B. ഒരു പച്ച പന്ത് ലഭിക്കാനുള്ള സാധ്യത എന്ത്? C. ഈ 2 സാധ്യതകളുടെ തുക കാണുക. D. കുറച്ച് ചുവന്ന പന്തുകളും പച്ച പന്തുകളുമുള്ള ഒരു ബാഗിൽ നിന്ന് ചുവന്ന പന്ത് ലഭിക്കാനുള്ള സാധ്യത A/B ആയാൽ ഒരു നീല പന്ത് ലഭിക്കാനുള്ള സാധ്യത എന്തായിരിക്കും? ഇത്രയുമാണ് ചോദ്യങ്ങൾ. മലയാളം മീഡിയക്കാർ എഴുതിയെടുക്കുക. ഇനി നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് സം റെഡ് ആൻഡ് ഗ്രീൻ ബോൾസ്. ഇഫ് യു ടേക്ക് എ ബോൾ ഫ്രം ഇറ്റ് വിത്തൗട്ട് ലുക്കിംഗ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഈസ് 1/4. കണ്ടോ, നമ്മൾ അതിലേക്ക് നോക്കാതെ ഒരു പന്തെടുത്താൽ ഒരു റെഡ് ബോൾ ലഭിക്കാനുള്ള സാധ്യത 1/4 ആണ്. 4 ഓപ്ഷൻ ഉണ്ട്. എ. വാട്ട് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇഫ് ദർ ആർ 8 റെഡ് ബോൾസ്? കണ്ടോ, 8 റെഡ് ബോൾ ഉണ്ടെങ്കിൽ ടോട്ടൽ ബോൾസ് എത്ര? ബി. വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് എ ബോൾ ടേക്കൺ ഈസ് ഗ്രീൻ? അതിൽ നിന്ന് എടുക്കുന്ന ഒരു പന്ത് ഗ്രീൻ ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? സി. ഫൈൻഡ് ദ സം ഓഫ് ബോത്ത് ദ പ്രോബബിലിറ്റീസ്. ഈ 2 സാധ്യതകളുടെ തുക എന്താണെന്ന്. ഡി. From a box containing some red balls and some blue balls, the probability of getting a red ball is A/B. കണ്ടോ, കുറെ റെഡ് ബോളും കുറെ ഗ്രീൻ ബോളും ഉണ്ട്. അതിൽ നിന്ന് റെഡ് ബോൾ ലഭിക്കാനുള്ള പ്രോബബിലിറ്റി A/B ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബോൾ? അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലൂ ബോൾ ലഭിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇതാണ് ചോദ്യം. എല്ലാവരും ചോദ്യം എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. അപ്പൊ എന്തായിരുന്നു ഈ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം? അതായത് ഒരു സഞ്ചിയിൽ കുറച്ച് പന്തുകളുണ്ട്, റെഡും ഗ്രീനുമാണ്. അതിൽ നിന്ന് റെഡ് എടുത്തപ്പോൾ അത് ലഭിക്കാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് 1/4 എന്നാണ്. ടോട്ടൽ ബോൾസ് ഇവിടെ തന്നിട്ടില്ല. എന്നിട്ട് എയിൽ ചോദിച്ചിരിക്കുകയാണ് ആകെ 8 റെഡ് ബോൾസ് ഉണ്ടായിരുന്നെങ്കിൽ അതിലെ ടോട്ടൽ ബോൾ എന്തായിരുന്നത്? അപ്പൊ ഈ 8 റെഡ് ബോൾസ് ആണ് 1/4 എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഉള്ളത്. അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ബോൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എയുടെ ഉത്തരം ആദ്യം എഴുതാം. എ. ടോട്ടൽ ബോൾസ് ഇവിടെ തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ടോട്ടൽ ബോൾസ്, ആകെ പന്തുകൾ, നമുക്ക് എക്സ് എന്ന് സങ്കല്പിക്കാം. അപ്പൊ ആദ്യം ഇഫ് എന്ന് എഴുതാം. ഇഫ് ടോട്ടൽ ബോൾസ് ഈസ് ഈക്വൽ ടു എക്സ്, അതായത് ആകെ പന്തുകൾ സമം എക്സ് ആയാൽ, ഓക്കെ, നമ്പർ ഓഫ് റെഡ് ബോൾസ്. ഇത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ചുവന്ന പന്തുകളുടെ എണ്ണം 8 ആണ്. കണ്ടോ, ആ എ എന്ന് പറയുന്ന ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ചുവന്ന പന്തുകളുടെ എണ്ണം 8 ആണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് taking a red ball അത് തന്നിട്ടുണ്ട്. എത്രയാണ് പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് എ റെഡ് ബോൾ എന്ന് പറയുന്നത്? നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? നമ്പർ ഓഫ് റെഡ് ബോൾസ്, ആ ഏതിന്റെ പ്രോബബിലിറ്റി ആണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ എണ്ണം നമ്മൾ അംശമായിട്ട് എഴുതും. ടോട്ടൽ ബോൾസ് നമ്മൾ എക്സ് എന്ന് സങ്കല്പിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഛേദമായിട്ട് എഴുതും. അങ്ങനെയല്ലേ നമ്മൾ ഇതുവരെ പ്രോബബിലിറ്റി എഴുതി വന്നിരുന്നത്. ആ ഉത്തരം എന്ന് പറയുന്നത് 1/4 ആയിരുന്നു. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതായത് റെഡ് ബോൾ ലഭിക്കാനുള്ള പ്രോബബിലിറ്റി 1/4 ആണ്. അപ്പൊ ഈ 1/4 എങ്ങനെ കിട്ടിയതാണ്? റെഡ് ബോളിന്റെ എണ്ണത്തിനെ ടോട്ടൽ ബോൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ ഷോർട്ട് ആക്കിയപ്പോഴത്തേക്കാവും ഈ 1/4 കിട്ടിയത്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോട്ടൽ ബോൾസ്. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ എക്സ് ഇൻറ്റു 1, എക്സ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എക്സ് തന്നെയാണ്. ഇൻറ്റു 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. 1 ആയതുകൊണ്ടാണ്. 2 ആയിരുന്നു എക്സ് ഇൻറ്റു 2 എന്ന് എഴുതിയാൽ. 1 ആയതുകൊണ്ട് ഇൻറ്റു 1 ആ സംഖ്യ തന്നെ വരുന്നത് കാരണം എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 8 ഇൻറ്റു 4 സമം 4 × 32. അപ്പൊ ടോട്ടൽ ബോൾസ് നമുക്ക് കിട്ടി. എത്രയാണ് ടോട്ടൽ ബോൾസ്? അതൊന്നുകൂടെ എടുത്ത് എഴുതണം. ആകെ പന്തുകൾ സമം 32 ആയിരുന്നു. ശരിയല്ലേ? ആകെ പന്തുകൾ 32ഉം
അതിൽ റെഡ് ബോളിന്റെ എണ്ണം 8 ആകുമ്പോഴല്ലേ 8/32. 8-നകത്ത് 8 ഒരു പ്രാവശ്യം, 32-ൽ 8 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. അങ്ങനെയല്ലേ 1/4 എന്നതിന്റെ പ്രോബബിലിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം ശരിയാണ്. ഓക്കെ, ഇതാണ് എയുടെ ആൻസർ. എല്ലാവരും എഴുതി എടുക്കുക. ഇനി ചോദ്യം ബിയിലേക്ക് പോകാം. ചോദ്യം ബിയിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഗ്രീൻ ബോൾ ലഭിക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ടോട്ടൽ ബോളും കിട്ടി, റെഡ് ബോളും കിട്ടി. ഓക്കെ, അപ്പൊ ഈ ടോട്ടൽ ബോളിൽ നിന്ന് റെഡ് ബോൾ കുറച്ചാൽ ബാക്കിയുള്ളത് ഗ്രീൻ ബോൾ ആയിരിക്കുമല്ലോ. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് ബിയുടെ ആൻസർ. നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ്, പച്ചപ്പന്തുകളുടെ എണ്ണം. പച്ചപ്പന്തുകളുടെ എണ്ണം എത്രയായിരിക്കും? അതായത് ടോട്ടലിൽ നിന്ന് റെഡ് ബോൾസിന്റെ എണ്ണം കുറച്ചാൽ മതിയായിരിക്കും കേട്ടോ. ടോട്ടൽ 32 പന്താണ്, അതിൽ 8 റെഡ് ബോൾ ഉണ്ട്, അത് കുറയ്ക്കുക, സമം 24 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 24 ഗ്രീൻ ബോൾസ് അതിനകത്തുണ്ട്. ടോട്ടൽ ബോൾസ് 32 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാതെ വേറെ 2 സ്റ്റെപ്പ് മാത്രമേ ഇതിനുള്ളൂ. പ്രോബബിലിറ്റി ഓഫ് taking a green ball എന്തായിരിക്കും? ഒരു പച്ചപ്പന്ത് ലഭിക്കാനുള്ള അല്ലെങ്കിൽ എടുക്കാനുള്ള സാധ്യത. ഒരു പച്ചപ്പന്ത് എടുക്കാനുള്ള സാധ്യത എത്രയായിരിക്കും? പച്ചപ്പന്തിന്റെ എണ്ണം 24 ആണ്, ടോട്ടൽ 32 ആണ്. ഓക്കെ, ഇപ്പൊ ഇതിനെ ഷോർട്ട് ആക്കാൻ നേരത്ത് എന്ത് സംഭവിക്കും? 8 വെച്ച് നമുക്ക് വെട്ടാം. 24-ൽ എത്ര 8 ഉണ്ട്? 3 8 24, 3 8കളുണ്ട്. 32-ൽ എത്ര 8കളുണ്ട്? 4 8കളുണ്ട്. ഓക്കെ, 4 8 32. അപ്പൊ ഇതിന്റെ ഉത്തരം 3/4 ആണ്. ഓക്കെ, അപ്പൊ ബിയുടെ ആൻസർ ലഭിച്ചു. എല്ലാവരും എഴുതിയെടുക്കുക. നമുക്ക് സിയിലേക്ക് പോകാം. എന്താണ് സിയിൽ ചോദിച്ചിരുന്നത്? ഈ 2 പ്രോബബിലിറ്റീസിന്റെ സം എന്താണ്? അതിൽ ആദ്യ പ്രോബബിലിറ്റീസ് ചോദ്യത്തിൽ തന്നിരുന്നു. റെഡിന്റെ പ്രോബബിലിറ്റി 1/4 ആയിരുന്നു. സെക്കൻഡ് പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു, അതായത് പച്ചപ്പന്ത് ലഭിക്കാനുള്ള സാധ്യത 3/4 ആയിരുന്നു. ഇതിന്റെ രണ്ടിന്റെ തുക എന്തെന്ന് അപ്പൊ നമുക്കത് എഴുതാം. സം ഓഫ് പ്രോബബിലിറ്റീസ്, സാധ്യതകളുടെ തുക. സം ഓഫ് പ്രോബബിലിറ്റി, സാധ്യതകളുടെ തുക. ആദ്യത്തെ സാധ്യത എത്രയായിരുന്നു? 1/4 ആയിരുന്നു. പ്ലസ് രണ്ടാമത്തെ സാധ്യത 3/4 ആയിരുന്നു. ഇത് കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ഉണ്ടോ, ഇതിന്റെ പൊതുഛേദമാണ്. കോമൺ ഡിനോമിനേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇതാണ് കൂട്ടുന്നതിന്റെയും കുറയ്ക്കുന്നതിന്റെ ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷൻസ് കൂട്ടുന്നതിന്റെയും കുറയ്ക്കുന്നതിന്റെ നിയമം ഇതാണ്. കോമൺ ഡിനോമിനേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് അംശങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. ഓക്കെ, ഇൻഡു ആണെങ്കിൽ ഇങ്ങനെയല്ല, ഗുണിക്കാനാണെങ്കിൽ ഇത് ഉണ്ടാവും. ഈ ഡിനോമിനേറ്റർ നമ്മൾ ഇൻഡു ചെയ്യേണ്ടി വരും നമ്മൾ. ഓക്കെ, അപ്പൊ 1 + 3 ഉത്തരം എന്ത് വരും? 1 3 കൂടെ കൂട്ടിയാൽ 4 ആണ്. 4/4 സമം 1 എന്ന് വരും. കാരണം അംശവും ഛേദവും 1 തന്നെയാണെങ്കിൽ അതിന്റെ ഉത്തരം 1 ആണ്. അപ്പോ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇപ്പോ ഇതുപോലുള്ള ചോദ്യങ്ങളിൽ 2 ഐറ്റം തന്നിട്ട് ആ 2 ഐറ്റത്തിന്റെയും പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ ആ പ്രോബബിലിറ്റീസ് സം ചെയ്യുമ്പോൾ 1 കിട്ടും എന്നാണ്. മനസ്സിലായില്ലേ? ആ ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി, നമ്മളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് അവർ ഈ ചോദ്യം തന്നിരിക്കുന്നത്. അതായത് പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 കിട്ടും. ഓക്കെ, ഇതാണ് സിയുടെ ഉത്തരം. എല്ലാവരും എഴുതിയെടുക്കുക. ഇനി നമുക്ക് ഡിയിലേക്ക് പോകാം. എന്താണ് ഡിയിൽ കണ്ടുപിടിക്കാനുള്ളത്? ഡിയിൽ പറഞ്ഞിരിക്കുന്നു ഒരു സഞ്ചിയിൽ ഇതേപോലെ കുറെ പന്തുകളുണ്ട്. പന്തുകളുടെ എണ്ണം തന്നിട്ടില്ല. അതിൽ റെഡ് ബോൾ ലഭിക്കാനുള്ള സാധ്യത A/B ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്ലൂ ബോൾ ലഭിക്കാനുള്ള സാധ്യത എന്താണെന്നാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ സിയിലെ നിയമം അനുസരിച്ച്, അതായത് ഇവിടെ സഞ്ചിയിൽ 2 ബോളേ ഉള്ളൂ കേട്ടോ, റെഡും ഗ്രീനും. അതിന്റെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പ്രോബബിലിറ്റി കൂട്ടുമ്പോൾ ഉത്തരം 1 കിട്ടുമല്ലോ. ഇത് എല്ലാ കാര്യങ്ങൾക്കും ശരിയാകും. നമുക്കൊരു മറ്റൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. നിങ്ങൾക്ക് ഇത് പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഒരു സംഖ്യയിൽ 10 ബോളാണ് അതിരിക്കട്ടെ, ടോട്ടൽ കണ്ടോ, ടോട്ടൽ 10 ബോളാണ്. ഓക്കെ, അതില് റെഡ് 3 എണ്ണമാണെന്ന് വിചാരിക്കുക, ഗ്രീൻ 7 എണ്ണമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ റെഡിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 10-ൽ 3 ആയിരിക്കും അല്ലെ. ടോട്ടലിന് ഡിനോമിനേറ്റർ വരും, ആ റെഡിന്റെ എണ്ണം 3 വരും. ഓക്കെ, ഗ്രീനിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 10-ൽ 7 ആയിരിക്കും. ഓക്കെ, ഈ 2 പ്രോബബിലിറ്റീസ് നമ്മൾ സം ചെയ്ത് നോക്കി. രണ്ടിന്റെ ഡിനോമിനേറ്റർ 10 തന്നെ, ഉത്തരം നമ്മൾ 10 തന്നെ വരും. ഇനി അംശങ്ങൾ തമ്മിൽ കൂട്ടുക, 3 7 കൂടെ കൂടുമ്പോൾ 10 ഉണ്ടാവും വരും. അപ്പൊ 10/10 സമം 1 തന്നെ വരും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലെല്ലാം 2 ഐറ്റം തന്നിട്ട് അതിന്റെ പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോബബിലിറ്റീസിന്റെ സം എല്ലായ്പ്പോഴും 1 തന്നെ ആയിരിക്കും. ഓക്കെ, ഈ ഐഡിയ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കണക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇപ്പൊ 2 ഘടകങ്ങൾ തന്നിട്ടാണ്. ഇനി 3 ഘടകങ്ങളായിരുന്നു നിങ്ങൾ തന്നിരുന്നത്. ഇപ്പൊ ഒരു പെട്ടിയിൽ റെഡും ഗ്രീനും ബ്ലൂ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അപ്പൊ റെഡിന്റെ പ്രോബബിലിറ്റി, ഗ്രീനിന്റെ പ്രോബബിലിറ്റി, ബ്ലൂവിന്റെ പ്രോബബിലിറ്റി കൂടെ കൂട്ടുമ്പോഴായിരിക്കും 1 കിട്ടുന്നത്. അപ്പൊ
അപ്പൊ എത്ര ഐറ്റം തന്നിരിക്കുന്നു അത്രയും ഐറ്റത്തിന്റെ പ്രോബബിലിറ്റീസ് കൂട്ടുമ്പോൾ എപ്പോഴും ലഭിക്കുന്നത് ഒന്നായിരിക്കും. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് ഈ കണക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഡിയുടെ ഉത്തരം എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ്. കണ്ടോ, ഇവിടെ റെഡ് ലഭിക്കാനുള്ള സാധ്യത ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്താണ്? A/B ആണ്. കണ്ടോ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ്. ചുവന്നത് ലഭിക്കാനുള്ള സാധ്യത A/B ആണ്. ഓക്കെ, സം ഓഫ് പ്രോബബിലിറ്റീസ് എന്തായിരിക്കും? അതായത് സാധ്യതകളുടെ തുക എന്തായിരിക്കും എന്നാണ് നമ്മളിപ്പോ പഠിച്ചത്. ഒന്നായിരിക്കുമെന്ന് പറഞ്ഞില്ലേ? കേട്ടോ, അതിനാണ് നമ്മൾ സിയിൽ പ്രൂവ് ചെയ്തത്. ഒരു സിറ്റുവേഷനിലെ എല്ലാ സാധ്യതകളും കണ്ടുപിടിച്ചിട്ട് പ്ലസ് ചെയ്യുമ്പോൾ ഒന്നായിരിക്കും കിട്ടുന്നത്. അപ്പൊ സം ഓഫ് പ്രോബബിലിറ്റീസ് ഒന്നായിരിക്കും. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലൂ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബോൾ എന്തായിരിക്കും? അപ്പൊ അതിൽ ഒരു പ്രോബബിലിറ്റി തന്നിട്ട് മറ്റേ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ സമ്മിൽ നിന്ന് ആ തന്നിട്ടുള്ള ഒരു പ്രോബബിലിറ്റി കുറച്ചാൽ മതിയാവും. അതായത് 1 മൈനസ് A/B ആണ് ഇതിന്റെ ഉത്തരം. കണ്ടോ, 1 മൈനസ് A/B. മനസ്സിലായല്ലോ? രണ്ട് പ്രോബബിലിറ്റീസ് കൂടെ കൂട്ടിയാൽ ഒന്ന് കിട്ടും. അപ്പൊ അതിൽ ഒരെണ്ണത്തിന്റെ പ്രോബബിലിറ്റി A/B എന്ന് തന്നിരിക്കുന്നു. അപ്പൊ മറ്റേതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ കൂട്ടിയ ഉത്തരത്തിൽ നിന്ന്, അതായത് ഒന്നിൽ നിന്ന് ആ തന്നിട്ടുള്ള പ്രോബബിലിറ്റീസ് മൈനസ് ചെയ്താൽ മതിയാവും. അപ്പൊ 1 മൈനസ് A/B ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, ഇതിന്റെ മലയാളം പറഞ്ഞില്ലല്ലോ. സം ഓഫ് പ്രോബബിലിറ്റീസ്, സാധ്യതകളുടെ തുക 1. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബോൾ, ഒരു നീല പന്ത് ലഭിക്കാനുള്ള സാധ്യത. ഓക്കെ, അടുത്ത ചോദ്യം വായിക്കാം. ഇത് 2019 SSLC പരീക്ഷയിൽ ചോദിച്ചു 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഒരു പെട്ടിയിൽ കുറച്ച് പച്ച പന്തുകളും നീല പന്തുകളും ഉണ്ട്. അതിലേക്ക് 7 ചുവന്ന പന്തുകൾ ഇട്ടു. ഇപ്പോൾ ഒരു ചുവന്ന പന്ത് ലഭിക്കാനുള്ള സാധ്യത 24-ൽ 7 ആണ്. ഒരു നീല പന്ത് ലഭിക്കാനുള്ള സാധ്യത 3-ൽ 1 ആണ്. അതിന് 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ, പെട്ടിയിൽ ആകെ എത്ര പന്തുകളുണ്ട്? ബി, അവയിൽ നീല പന്തുകളുടെ എണ്ണം എത്ര? സി, പെട്ടിയിൽ നിന്നും ഒരു പച്ച പന്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. എല്ലാവരും എഴുതിയെടുക്കുക. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. എ ബോക്സ് കണ്ടെയ്ൻസ് സം ഗ്രീൻ ആൻഡ് ബ്ലൂ ബോൾസ്. 7 റെഡ് ബോൾസ് ആർ പുട്ട് ഇൻടു ഇറ്റ്. അപ്പൊ അതിനകത്ത് ഗ്രീനും ബ്ലൂ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് 7 റെഡ് ബോൾസ് ഇടുകയായിരുന്നു. Now the probability of getting a red ball from the box is 7/24. 7 ഇട്ടപ്പോ ആ റെഡ് ബോൾ ലഭിക്കാനുള്ള പ്രോബബിലിറ്റി 7/24 ആയി. ആൻഡ് ദാറ്റ് ഓഫ് എ ബ്ലൂ ബോൾ ഈസ് 1/3. അണ്ട് ഒരു ബ്ലൂ ബോൾ ലഭിക്കാനുള്ള പ്രോബബിലിറ്റി 1/3 ആയി. എങ്കിൽ എ, ഹൗ മെനി ബോൾസ് ആർ ദെയർ ഇൻ ദ ബോക്സ്? ആ പെട്ടിയിൽ ആകെ എത്ര പന്തുകൾ ഉണ്ട്? ബി, ഹൗ മെനി ഓഫ് ദം ആർ ബ്ലൂ? അവയിൽ എത്ര എണ്ണമാണ് നീല? സി, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബോൾ ഫ്രം ദ ബോക്സ്? ഈ പെട്ടിയിൽ നിന്നും ഒരു പച്ചപ്പന്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവരും ചോദ്യം എഴുതിയെടുക്കുക. നമുക്ക് ചെയ്യാം. അപ്പൊ എന്തായിരുന്നു ചോദ്യം? ഒരു പെട്ടിയിൽ കുറച്ച് ഗ്രീനും ബ്ലൂവും കളറിലുള്ള പന്തുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, പച്ചയും നീലയും കളറിലുള്ള പന്തുകൾ ഉണ്ടായിരുന്നു. അതിലേക്ക് 7 ചുവന്ന പന്തുകൾ ഇട്ടപ്പോൾ ആ ഒരു ചുവന്ന പന്ത് ലഭിക്കാനുള്ള സാധ്യത 7/24. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അതിലേക്ക് ഇട്ട പന്തുകളുടെ എണ്ണവും സാധ്യതയിൽ ന്യൂമറേറ്റർ അംശമായി വന്ന സംഖ്യയും ഒന്ന് തന്നെയാണ് അല്ലെ. 7 പന്തുകൾ ഇട്ടപ്പോൾ സാധ്യത 7/24 ആയി. ഓക്കെ, അപ്പൊ 24 എന്തായിരിക്കും? ഇപ്പൊ ഇവിടെ ഷോർട്ട് ആക്കിയിട്ടില്ല. 7 തന്നെ അവിടെ കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടലും ഷോർട്ട് ആക്കിയിട്ടില്ലല്ലോ. ആ താഴെ കിടക്കുന്നത് തന്നെ ആയിരിക്കില്ല അതിന്റെ ടോട്ടൽ ബോൾസ്. 24 തന്നെ ആയിരിക്കും ടോട്ടൽ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. എയുടെ ആൻസർ നമ്പർ ഓഫ് റെഡ് ബോൾസ് പുട്ട് ഇൻ ദ ബോക്സ്. പെട്ടിയിലേക്കിട്ട ചുവന്ന പന്തുകളുടെ എണ്ണം. പെട്ടിയിലേക്കിട്ട ചുവന്ന പന്തുകളുടെ എണ്ണം എത്രയായിരുന്നു? 7 ആയിരുന്നു. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ. ഒരു ചുവന്ന പന്ത് ലഭിക്കാനുള്ള സാധ്യത. കണ്ടോ, ചുവന്ന പന്ത് ലഭിക്കാനുള്ള സാധ്യത എത്രയായിരുന്നു? 7/24 ആയിരുന്നു. ഓക്കെ, അപ്പോ 7 പന്ത് ഇട്ടപ്പോ അത് ലഭിക്കാനുള്ള സാധ്യത 7/24 ആയി. അപ്പൊ അതിലേക്ക് ഇട്ട പന്തുകളുടെ എണ്ണവും അതിന്റെ അംശവും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അംശം ഒന്ന് തന്നെ ആയത് കാരണം ഈ ഫ്രാക്ഷൻ ഷോർട്ട് ആക്കിയിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ താഴെയുള്ള ഡിനോമിനേറ്റർ ടോട്ടൽ ബോൾസ് ആയിരിക്കും. നമ്മൾ ടോട്ടൽ ആയിരിക്കുമല്ലോ എപ്പോഴും പ്രോബബിലിറ്റിയുടെ താഴെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുന്നത്. therefore അപ്പൊ നമുക്ക് എഴുതാം therefore
ടോട്ടൽ ബോൾസ്. ടോട്ടൽ ബോൾസ് ഇൻ ദ ബോക്സ്. കണ്ടോ? therefore പെട്ടിയിലുള്ള ആകെ പന്തുകൾ എത്രയായിരിക്കും? 24 ആയിരിക്കും. അങ്ങനെ എഴുതിയാൽ മതി. അതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ബിയിലേക്ക് പോകാം. ബിയിൽ കണ്ടുപിടിക്കേണ്ടത് നീലപ്പന്തുകളുടെ എണ്ണമാണ്, അഥവാ നമ്പർ ഓഫ് ബ്ലൂ ബോൾസ്. ഓക്കെ, അതിന്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് 1/3 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ 1/3 നമുക്ക് ഇപ്പൊ ടോട്ടൽ ബോൾ കിട്ടി. അത് വെച്ചുകൊണ്ട് നമുക്ക് ബ്ലൂ ബോൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യം എടുത്ത് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് getting a blue ball എന്തായിരുന്നു? 1/3 ആയിരുന്നു. ഇത് ചോദ്യത്തിൽ തന്നിരുന്ന കാര്യമാണ്. അതായത് ബ്ലൂ ബോൾ ലഭിക്കാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. ഓക്കെ, ടോട്ടൽ ബോൾ 24 ആണല്ലോ. അപ്പൊ 24ന്റെ 1/3 ഭാഗം എന്താണ്? ബ്ലൂ ബോൾ ആണ്. അപ്പൊ ബ്ലൂ ബോളിന്റെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 24 × 1/3. 24ന്റെ 1/3 ഭാഗം എത്രയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ബ്ലൂ ബോൾ കിട്ടാൻ എന്ത് ചെയ്യണം? ടോട്ടൽ 24 ആണല്ലോ. ആ 24ന്റെ 1/3 ഭാഗമാണ് ബ്ലൂ ബോൾ. അപ്പൊ 24 × 3/1. കണ്ടോ? അപ്പൊ 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും അല്ലേ? 3 8 24. അപ്പൊ 8 × 1 = 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ബ്ലൂ ബോൾസിന്റെ എണ്ണം കിട്ടി 8. നീലപ്പന്തുകളുടെ എണ്ണം ഇവിടെ എന്താണ് മലയാളം? ഒരു നീലപ്പന്ത് ലഭിക്കാനുള്ള സാധ്യത 1/3. നീലപ്പന്തുകളുടെ എണ്ണം. അപ്പൊ പ്രോബബിലിറ്റി തന്നിട്ട് അതിന്റെ എണ്ണം കണ്ടുപിടിക്കാനാണെങ്കിൽ ടോട്ടലിനെ പ്രോബബിലിറ്റി കൊണ്ട് ഇൻഡു ചെയ്താൽ മതിയാവും. അങ്ങനെ ഒരു നിയമം നിങ്ങൾ പഠിച്ചോണം. എന്താണ്? ഇതുവരെ നമ്മൾ ലെസണിലെല്ലാം നമ്മൾ ചെയ്ത ചോദ്യങ്ങൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിരുന്നു കേട്ടോ. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി തന്നിട്ട് അതിന്റെ സ്പെസിഫൈഡ് എണ്ണം കണ്ടുപിടിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടോട്ടലിനെ പ്രോബബിലിറ്റി കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതിന്റെ ആ സ്പെസിഫൈഡ് എണ്ണം കണ്ടോ? ബ്ലൂ ബോളിന്റെ മാത്രം എണ്ണം കിട്ടും. ഈ ഒരു ഐഡിയ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ബി കിട്ടി. ഇനി നമുക്ക് സിയിലേക്ക് പോകാം. ആ പെട്ടിയിൽ നിന്നും ഒരു ഗ്രീൻ ബോൾ ലഭിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? സിയുടെ ചോദ്യം കേട്ടോ. ആ പെട്ടിയിൽ നിന്ന് ഒരു ഗ്രീൻ ബോൾ. അപ്പൊ നമുക്ക് ടോട്ടൽ എത്രയുണ്ട്? 24. അതിൽ റെഡ് ബോളിന്റെ എണ്ണം 7, ബ്ലൂ ബോളിന്റെ എണ്ണം 8. അപ്പൊ ഈ 7 8 കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് 24ൽ ബാക്കിയുള്ളത് ഗ്രീൻ ബോൾ ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ 24 പന്താണ്. ഓക്കെ, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഇതിൽ റെഡ് ബോൾ 7 എണ്ണമാണ്, ബ്ലൂ ബോൾ 8 എണ്ണമാണ്. അപ്പൊ റെഡ് ബോളും ബ്ലൂ ബോളും കൂടെ കൂട്ടിയിട്ട് അത് 24ൽ നിന്ന് കുറച്ചാൽ മതിയാവും. ഓക്കെ, സമം 24 - 8 7 കൂടുമ്പോൾ 15 ആണ്. 24ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രീൻ ബോൾസിന്റെ എണ്ണം കിട്ടി കേട്ടോ. ഗ്രീൻ ബോൾ 9 ആണ്. ഇനി അതിന്റെ പ്രോബബിലിറ്റി എഴുതാനോ? കാരണം ഗ്രീൻ ബോളിന്റെ എണ്ണവും കിട്ടി, ടോട്ടൽ 24 ആണ്. ഇത് രണ്ടും വെച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് getting a green ball, ഒരു പച്ച പന്ത് ലഭിക്കാനുള്ള സാധ്യത എന്തായിരിക്കും? അതിന്റെ ടോട്ടൽ എത്രയാണ്? 9 ആണ്. പച്ചപ്പന്തുകളുടെ എണ്ണം 9 ആണ്. ടോട്ടൽ 24 ആണ്. ഓക്കെ, ഇതിനെ എങ്ങനെ ഷോർട്ട് ആക്കാം? ഇതിനെ നമുക്ക് 3 വെച്ച് വെട്ടാം. ശരിയല്ലേ? 9 3ന്റെ മൾട്ടിപ്പിൾ ആണ്, 24 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 9ൽ എത്ര 3 ഉണ്ട്? 3 9. അപ്പൊ 3 എന്ന് വരും. 24ൽ എത്ര 3 ഉണ്ട്? 8. 3 8 ആണ് 24. അപ്പൊ ഉത്തരം 3/8 ആണ്. ഓക്കെ, ഇതാണ് ഒരു പച്ച പന്ത് ലഭിക്കാനുള്ള സാധ്യത 3/8. എല്ലാവരും എഴുതിയെടുക്കുക. ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. എന്റെ ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കമന്റും ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഈ പാഠത്തിൽ നിന്ന് ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ഇനിയും ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ചോദ്യങ്ങളുമായി ഞാൻ വീണ്ടും വരും പുതിയ വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.